ഇപ്പോൾ ശശികല ടീച്ചർ പറഞ്ഞതാണല്ലോ എല്ലാവർക്കും വലിയ കാര്യം. ശശികല ടീച്ചർ പറഞ്ഞതിനെ പറ്റി ഞാൻ പറയാം. ഒരു വാചകം ഞാൻ വായിച്ചോട്ടെ. ഞങ്ങളെ ചാപ്പ് കൂത്താൻ വരുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനും ലീഗുകാരനും കേൾക്കാൻ വേണ്ടി പറയാം. കേരളത്തിൽ നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാത്ത ഏക രാഷ്ട്രീയ നേതാവ് പാണക്കാട് തങ്ങളാണ്. ശിഹാബ് തങ്ങൾ വിളിച്ചിട്ടില്ല, അതിനുശേഷമുള്ള തങ്ങൾമാർ ആരും വിളിച്ചിട്ടില്ല, ഇപ്പോഴുള്ള തങ്ങൾ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. പറഞ്ഞ ആരാന്നറിയാവോ? TG മോഹൻദാസ്. ആരാ TG മോഹൻദാസ്? ഞങ്ങളെ ചാപ്പ് കുത്താൻ ഇറങ്ങുന്ന മുസ്ലിം ലീഗുകാരനും ഞങ്ങളെ ചാപ്പ് കുത്താൻ ഇറങ്ങുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനും ഒന്ന് പറഞ്ഞേ, ആരാ TG മോഹൻദാസ്? ഈ കേരളത്തിലെ RSSന്റെ പ്രധാനപ്പെട്ട വക്താവ് TG മോഹൻദാസ് പുകഴ്ത്തിയത് ആരെയാണ്? ലീഗിന്റെ പരമോന്നത നേതാവിനെയാണ് പുകഴ്ത്തിയത്. എന്തേ? ചാപ്പയുമായി പാണക്കാട് തറവാട്ടിലേക്ക് കയറി ചെല്ലാൻ ധൈര്യമുണ്ടോ ഈ MSFന്റെ കൂട്ടുകാർക്ക്, MSFന്റെ വർഗീയവാദികൾക്ക്? ഞങ്ങളെ കുത്തിയ ചാപ്പ കയ്യിലുണ്ടെങ്കിൽ ആ ചാപ്പയുമായി ശിഹാബ് തങ്ങളുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. സാദിഖ് അലി തങ്ങൾ ബാബ രാംദേവിനെ ആശ്ലേഷിക്കുന്ന ചിത്രമാണ്. ആശ്ലേഷിക്കുന്ന ചിത്രം ശശികല ടീച്ചർ പോസ്റ്റിട്ടാണല്ലോ പ്രശ്നം. ആശ്ലേഷിക്കുന്ന ചിത്രം ആരെ? ബാബ രാംദേവിന്. ഈ ബാബ രാംദേവിന് ഒരു ഒരു കറണ്ട് സിനാരിയോയിൽ വളരെ പ്രസക്തി ഉണ്ട് കേട്ടോ. എന്താ കറണ്ട് സിനാരിയോയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ മൊഹബത്ത് കാ സർബത്ത് നമ്മളെല്ലാവരും കുടിക്കുന്നുണ്ട്. ഡൽഹിയിലൊക്കെ പോയാലും നാട്ടിലും ഇപ്പോൾ സർബത്തൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സർബത്ത് കുടിച്ചാൽ പ്രോഫിറ്റ് പോകുന്നത് പള്ളികൾക്കും മദ്രസകൾക്കുമാണ് എന്ന് ഏറ്റവും അങ്ങേയറ്റം വർഗീയമായ പരാമർശം 2025 നടത്തിയ ആളാണ് ബാബ രാംദേവ്. ബാബ രാംദേവിന്റെ പൂർവ്വകാല പശ്ചാത്തലം ഞാൻ പറയണ്ടല്ലോ. നരേന്ദ്രമോദി ഗവൺമെന്റ് വരുന്നത് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് അയാളെ സാദിഖ് അലി തങ്ങൾ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ഒപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രമാണിത്. ഞങ്ങൾക്കെതിരെ ചാപ്പ കുത്താൻ ഇറങ്ങിയിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനോട് MSFകാരനോട് ഞങ്ങൾ ചോദിക്കട്ടെ, ചാപ്പയുമായി ഈ കെട്ടിപ്പിടിക്കുന്ന ആൾക്ക് നേരെ പോകാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഞങ്ങൾ ചോദിക്കുകയാണ്. വേറൊരു ചിത്രം കൂടി കാണിക്കാം. ചിത്രങ്ങൾ ഒരുപാടുണ്ടല്ലോ, ചിത്രങ്ങളൊക്കെ കുറെ കാണിച്ചല്ലോ. VV രാജേഷിന് ഹസ്തദാനം കൊടുക്കുന്ന, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതല്ല കേട്ടോ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന VV രാജേഷ് ഒന്നുമല്ല, BJP നേതാവായ VV രാജേഷിന് ഹസ്തദാനം കൊടുക്കുന്ന ആരാ? ഹസ്തദാനം കൊടുക്കുന്നത് ആരാ? മുസ്ലിം ലീഗിന്റെ പരമോന്നതായ നേതാവ്, കൂടെ കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നേരെ ചാപ്പയുമായി പോവാൻ ഈ പറയുന്ന ലീഗുകാരന്, ഫേസ്ബുക്കിൽ മുഖമില്ലാത്ത പ്രൊഫൈലുകളാണല്ലോ, ലീഗുകാരന് ധൈര്യമുണ്ടോ ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇനി അതും വേണ്ട, ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ ഈ പാവം പിടിച്ചവർക്ക് പ്രഖ്യാപിച്ചത് ആർക്ക്? വർഗീയവാദികളായ മുസ്ലിം MSFകാർക്ക് പ്രഖ്യാപിച്ചത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റോട് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്, പറയാം. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അല്ലേ ഇപ്പോഴും ഗോകുൽ ഗുരുവായൂർ അല്ലേ? മാറ്റം വല്ലതും ഉണ്ടോ? എൻ്റെ അറിവിൽ അദ്ദേഹം മാറ്റില്ല. ഞാൻ പണ്ടൊരു ചാനൽ ഇന്റർവ്യൂവിൽ ഗോകുൽ ഗുരുവായൂർ ഒരു ഗുണ്ടാ മാഫിയ നേതാവുമായി നിൽക്കുന്ന പടം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഉടനെ പോയി പരിശോധിച്ച് നടപടി എടുക്കും എന്നാണ് പറഞ്ഞത്. ഇതുവരെ നടപടി എടുത്തായി എൻ്റെ ശ്രദ്ധയില്ല, നിങ്ങളുടെ ശ്രദ്ധയിലൂടെ ചൂണ്ടിക്കാണിക്കാം. എൻ്റെ ശ്രദ്ധയിൽ നടപടി എടുത്തായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഗോകുൽ ഗുരുവായൂർ ഒരു പോസ്റ്റ് ഇട്ടല്ലോ. ആർക്കെതിരെയാണ് പോസ്റ്റ് ഇട്ടത്? തൽക്കാലം കുഞ്ഞാപ്പൻ്റെ കുട്ടികൾ പോയി പള്ള നിറച്ച് പത്തിരിയും കോഴിക്കറിയും തിന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ആരാ കുഞ്ഞാപ്പൻ്റെ കുട്ടിയോ? ആരാ കുഞ്ഞാപ്പൻ്റെ കുട്ടിയോ? MSFനെയാണ് പറഞ്ഞത്. MSFനെ വിമർശിച്ച ഗോകുൽ ഗുരുവായൂരിനെ ഞങ്ങളെ കുട്ടിയെ ചാപ്പ എടുത്ത് കുത്താൻ MSFന് എന്താ കൈവറയ്ക്കുന്നുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താ കൈവറയ്ക്കുന്നുണ്ടോ? എന്താ പറയാനുള്ളത്? നീ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് ഞങ്ങളൊരു കാര്യം പറയാം. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ MSFനെ ന്യായീകരിക്കാൻ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ സംസ്ഥാനത്തെ KSUവിന്റെ പ്രവർത്തകരോട് ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ തയ്യാറാണ്. ഞാൻ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ അഭ്യർത്ഥിക്കല്ലേ കേട്ടോ, കേരളത്തിലൊരു വിദ്യാർത്ഥിനെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം KSUവിന്റെ ചില ഭാരവാഹികളെ ഞങ്ങളും ഇടയ്ക്ക് റോഡിക്കുള്ളിൽ പോകുമ്പോൾ കാണുന്നതാണ്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് മനസ്സ് തുറന്ന് സമയമുണ്ടെങ്കിൽ ബഹളവും വഴക്കും ഒന്നും ഉണ്ടാവാൻ നടത്താൻ കഴിയുമെങ്കിൽ ആ സംസ്ഥാന കമ്മിറ്റി യോഗം ഒന്ന് വിളിക്കണം KSUവിന്റെ. എന്നിട്ട് ചോദിക്കണം ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ, KSUക്കാരായ എൻ്റെ സഹപ്രവർത്തകരെ, എന്താണ് MSFനെ സംബന്ധിച്ച് നിങ്ങളുടെ നിലപാട്? തുറന്നു പറയും, അടച്ചിട്ട മുറിയാണെങ്കിൽ KSUവിന്റെ നേതാക്കന്മാർ.